വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. മലബാർ സ്പെഷ്യൽ സ്നാക്കായ കോഴിയടയാണ് ഇന്നുണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 1/4 കിലോ ചിക്കൻ ഉണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിനി ഒന്ന് നല്ലപോലെ വേവിച്ചിട്ട് എടുക്കാം. രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഡോ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അയച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി കുറച്ച് മൈദ ഒന്ന് തൂകിയിട്ട് നല്ലതുപോലെ ഒന്ന് അയച്ചെടുക്കാം. മാവ് അയച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചിക്കൻ വേവിച്ചിട്ട് ഞാനൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിന്റെ പച്ചമണം മാറി വരുന്നത് വരെ വഴറ്റാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, ഈ സവാള വഴന്നു വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒരു ബ്രൗൺ കളർ ആയി വരുന്നത് വരെ ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. സവാള ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടിച്ചു വെച്ചിരുന്ന ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. കരിഞ്ഞു പോകാതെ പ്രത്യേകം നോക്കണം. ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നന്നായിട്ട് തണുത്ത ശേഷമാണ് ചിക്കൻ സ്റ്റഫ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. മാവ് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുത്തതാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കൈകൊണ്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം. ഇതിന് റോൾ ചെയ്തെടുക്കാം. ഒരുപാട് തിന്നായി പോണ്ട. റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കുക്കി കട്ടർ എടുത്താലും മതി. ഇതെല്ലാം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബാക്കി ഇരിക്കുന്ന മാവ് ഇതുപോലെ തന്നെ റോൾ ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ചിക്കൻ്റെ ഫില്ലിങ് നല്ലപോലെ ചൂട് പോയതിന് ശേഷമാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഒരു സൈഡിൽ നിന്ന് മടക്കി കൊടുക്കണം. കൈകൊണ്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതിന്റെ സൈഡിലായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഈ ഇരിക്കുന്നതെല്ലാം ഫോർക്ക് ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം മടക്കിയിട്ട്.
ഇതെല്ലാം ആയിട്ടുണ്ട്. ഇതിനി ഫ്രൈ ചെയ്തെടുക്കണം. ചീനിച്ചട്ടി ചൂടാകാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു സൈഡ് ബ്രൗൺ കളർ ആകുമ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് രണ്ട് സൈഡും ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതേപോലെ ഈ ബാക്കിയിരിക്കുന്ന കോഴിയടയും ഫ്രൈ ചെയ്തെടുക്കണം. കോഴിയട റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഹംലൂസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.